ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിന് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഇളക്കിക്കൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി വേണ്ടുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 1 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരല്പസമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി കിട്ടും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഒരല്പസമയം ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ആ തേങ്ങയിലെ വെള്ളം നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അല്ലാതെ മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുത്താൽ മതി. തീ ഒന്ന് കുറച്ച് വെച്ച് ഇത് ഇളക്കി കൊടുത്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ റാഗിപ്പൊടി ചേർത്ത് ഉടനെ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി കിട്ടുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതെവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർക്കാൻ വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ച ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മിക്സ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊരല്പം നെയ്യൊന്ന് തേച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരല്പം നെയ്യ് തേച്ചതിന് ശേഷം നമുക്ക് വാഴയില എടുത്ത് അതിലേക്ക് ചെറിയ ചെറിയ ബോൾസാക്കി വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. ഞാൻ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയിലയുടെ അറ്റത്തേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നമുക്ക് ഈ ഒരു സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി 2 സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ആവിയിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാൻ. അങ്ങനെ ക്യാരറ്റും റാഗിയൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.